ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. തിരുന്നമ്മോള് പാല് കുടിക്കുക കേട്ടോ. നമ്മൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഞാനും ഭാവിയും പിന്നെ ഇത് അനിയനാണ് ഉള്ളത്. അവനെ കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ കാണിക്കുന്നില്ല. അപ്പോൾ നേരത്തെ ഒരു ഷോപ്പിംഗ് അവൻ പൂനെയിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ പിന്നെ അവന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ തൃതുമൊക്കെ തട്ടിക്കൂട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡിയോയിലോട്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അനിയന് വേണ്ടിയിട്ട് കുറച്ച് ട്രക്കിംഗ് പാൻറ്റും അതുപോലെ തന്നെ അവരുടെ കുറച്ച് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ആദ്യം തന്നെ അവനൊരു ചെരുപ്പ് നോക്കി, പിന്നെ കുറച്ച് പാൻറ്റ്സ് അതായത് നോക്കി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ നേരെ പോയത് വാവയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണ്. എനിക്ക് കുട്ടികൾ ഈ സ്ലീവ്ലെസ് കൈയിട്ടിട്ട് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് കാണാനാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ അധികം ഷോപ്പിൽ നമ്മൾ നോർമലി ഷോപ്പ് കയറി കഴിഞ്ഞാൽ എനിക്കധികം അവിടെ നിന്ന് അവർ കാണിച്ചത് ഈ ഫുൾ കൈയിലെ ഡ്രസ്സും പഫും അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ ഈ ഒരു ഇങ്ങനത്തെ ഇതിലെ ഡ്രസ്സാണ്. അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അധികം കുട്ടിക്ക് നല്ല മോഡേണായിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പ് എവിടെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരണേ. ഞാനിപ്പോൾ സ്റ്റുഡിയോ നോക്കിയാൽ 3-4 ഡ്രസ്സ് എടുത്തായിരുന്നു. അതുകൊണ്ട് നല്ല കുറച്ച് ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ ഇത് മൂപ്പറ് ഞാൻ ഡ്രസ്സ് എടുക്കുന്ന നടുവിൽ ഫുള്ള് കിഡ്സിൻ്റെ ബോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് നിന്ന് നോക്കുമായിരുന്നു പരിപാടി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ സാധാരണ എനിക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇട്ടെടുക്കുന്നതിനാൽ ഭയങ്കര പണിയാണ്. ഒന്ന് ട്രയൽ ചെയ്യണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിന്നൊരു ഡ്രസ്സ് ഇന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3-4 ഡ്രസ്സ് എടുത്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വാവകൾ വേഗം തന്നെ വളരുന്നതനുസരിച്ച് നമുക്ക് ഡ്രസ്സ് ചെറുതായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ അപ്പോഴേക്കും ഞാൻ കുറേ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് ഓടുക കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് കുറച്ച് ചെരുപ്പ് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഡ്രസ്സ് എടുത്തില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം ഡ്രസ്സ് ഇപ്പോൾ കുറച്ച് മുന്നേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തിട്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ഹെയർ ആക്സസറീസൊക്കെ നോക്കിയാൽ എനിക്ക് വാവയ്ക്ക് വേണ്ടി നോക്കിയതൊക്കെ ഭയങ്കര ചെറിയതും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഹെയർ ബാൻഡ് ഒന്നും എനിക്ക് കൈയിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ ക്രാബ് ആങ്കിലും ഒന്നും എൻ്റെ മനസ്സിന് ഇണങ്ങുന്നൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് നെയിൽ പോളിഷും ലിപ്സ്റ്റിക്ക് അതൊക്കെ നോക്കി. അതിനൊക്കെ റേറ്റ് കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് നോക്കി. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് നെയിൽ പോളിഷ് അവിടുന്ന് ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അവിടുന്ന് വാങ്ങിക്കുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് സെക്യൂറയാണ്. സെക്യൂറയിൽ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പിന്നെ അനിയൻ പോവുകയാണ്. അപ്പോൾ അവന് വേണ്ടി കുറച്ച് സാധനങ്ങൾ, പിന്നെ വാവക്ക് വേണ്ടി. പിന്നെ നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊക്കെയാണോ വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന വാങ്ങിക്കും. അതിനിടയ്ക്ക് എനിക്കൊരു ഹെൽപ്പർ കിട്ടിയതോ എൻ്റെ മൂടത്തെ ഡ്രോയിങ് കൊണ്ട് ഉരുട്ടി പോകുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ബട്ടറൊന്നും തീരെ ആയില്ലായിരുന്നു കേട്ടോ. പിന്നെ 1-2 മാത്രം എടുത്തു. പിന്നെ ഈ ഫ്രഷ് ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു റെഡ് ഫ്രഷ് ഫ്രൂട്ട് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ പെട്ടെന്ന് അനിയനൊരു ജ്യൂസ് വേണമെന്നിട്ട് അതും വാങ്ങിച്ച്. പിന്നെ നമ്മൾ കൈമേൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ മൊത്തം വാരി പെറുക്കി ഇടുകയാണ്. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് ഞാനും എടുത്തു, അവന് വേണ്ടുന്നത് അവനും എടുത്തു. അവന് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ട് പോയതാണെങ്കിലും നമുക്ക് എന്തൊക്കെയോ അവിടെ കാണുന്ന ബിസ്ക്കറ്റും അതും ഇതും ചോക്ലേറ്റ്സും അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെയാണ് കേട്ടോ വാരി വലിച്ച് നമ്മളിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് മാമനെയും മോളെയും കാണാണ്ട് വെക്കുമ്പോൾ ഒരാൾ മയോണൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച്. അങ്ങനെ ഒരു സ്വീറ്റ്സിലെ കേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ നിൽക്കും. അപ്പോൾ അഭിമാനം കുനാഫ കഴിച്ചിട്ടില്ല, എന്നേരം കുനാഫ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു.
സത്യം പറയില്ല, ഭയങ്കര സ്വീറ്റാണ്. ഓവർ സ്വീറ്റ് എന്ന് പറയില്ല. എനിക്ക് അതിൻ്റെ ഈ ഒരു ടെസ്റ്റ് സ്വീറ്റ്സ് കൂടെ എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ ഇത് വാവ അടങ്ങിയിരിക്കാൻ ഒരു പൂ വാങ്ങിച്ചെടുത്തു. അതിനെക്കൊണ്ട് എനിക്ക് 2 അടിയും കിട്ടി ഗൈസ്.